തിരക്കേറിയ റോഡരികിൽ ഒരു കൊച്ചു വീടുണ്ട്. അവിടെ ഒരു കുസൃതിക്കാരി. അവളുടെ വിനോദം അല്പം അപകടം പിടിച്ചതാണ്. ഇടയ്ക്കിടെ അവൾ റോഡിലേക്ക് ഓടും. പലപ്പോഴും തലനാരിഴയ്ക്കാണ് മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അവളുടെ അമ്മ എപ്പോഴും ഒരു കാവലാളെ പോലെ അവൾക്കൊപ്പമുണ്ടായിരുന്നു. അവൾ ഓടുന്നത് കണ്ടാൽ നെഞ്ചിടിപ്പോടെ പിന്നാലെ ഓടി അമ്മ അവളെ മാറോട് ചേർത്ത് പിടിക്കും. കാലം കടന്നുപോയി. ആ കുസൃതിക്കുട്ടി വളർന്നു. ഒരു ദിവസം പണ്ടത്തെ ആ പേടി സ്വപ്നം ഓർത്തെടുത്തുകൊണ്ട് അമ്മ ചോദിച്ചു, മോളെ, അന്ന് നീ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്തിരുന്നത്? എപ്പോഴും എൻ്റെ മനസ്സിൽ തീയായിരുന്നു. നീ ഒന്ന് ഓടിത്തുടങ്ങിയാൽ റോഡിലേക്ക് പോയാൽ വണ്ടി ഇടിക്കുമോ എന്നുള്ള ഭയമായിരുന്നു. റോഡിലെ അപകടം നിനക്കറിയില്ലായിരുന്നു. മകൾ അമ്മയുടെ അരികിലേക്ക് നീങ്ങിയിരുന്നു. ആ കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, അമ്മേ, ആ അപകടമൊക്കെ എനിക്കറിയാമായിരുന്നു. പക്ഷേ അമ്മ ഓടി വന്ന് എന്നെ ആഞ്ഞു പുണരുന്നതിൻ്റെ ആ കരുതൽ അനുഭവിക്കാനാണ് ഞാൻ അന്ന് റോഡിലേക്ക് ഓടിയത്. അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. വാക്കുകളില്ലാതെ അവർ വീണ്ടും കെട്ടിപ്പിടിച്ചു. ഈ കഥ നമ്മുടെയും കഥ തന്നെയല്ലേ? നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഇന്നും ഒരു കൊച്ചുകുട്ടി വളരാതെ ഇരിപ്പുണ്ട്. ആരെങ്കിലുമൊക്കെ സ്നേഹിക്കണം എന്ന് കൊതിക്കുന്ന ഒരു കുട്ടി. സാരമില്ലടാ, കൂടെ ഞാനുണ്ട് എന്ന് കേൾക്കാൻ കാതോർത്തിരിക്കുന്ന കുട്ടി. ഏത് തിരക്കുകൾക്കിടയിലും നമ്മളെ തിരക്കി വരാൻ ചില മനുഷ്യരുണ്ടെന്ന് കാത്തിരിക്കുന്ന ഒരു കുട്ടി. ലോകത്തിന്റെ തിരക്കുകൾക്കിടയിൽ ഒന്ന് തളരുമ്പോൾ ചേർത്തു പിടിക്കാൻ, അപകടത്തിൽപ്പെടുന്നുവെന്ന് തോന്നുമ്പോൾ ഒന്ന് മാറോട് ചേർത്ത് പിടിച്ച് പോകരുതേ എന്ന് പറയാൻ ഒരു കൈ ആഗ്രഹിക്കുന്ന ഒരു കുട്ടി. ആയുസിന്റെ അവസാന സെക്കൻഡ് വരെയും നമ്മുടെ ഉള്ളിലെ ആ കുഞ്ഞു വളരില്ല. ആ കുഞ്ഞു വളരാതെ അങ്ങനെ ഇരുന്നോട്ടെ. ചിലപ്പോഴൊക്കെ നമ്മളിൽ പലരും കാണിക്കുന്ന വാശികളും കുസൃതികളും യഥാർത്ഥത്തിൽ അപകടത്തിലേക്കുള്ള ഓട്ടമാണ്. പകരം അവർക്കുള്ളിൽ ആ കുഞ്ഞിനെ പ്രിയപ്പെട്ടവരൊന്ന് ചേർത്തു പിടിക്കാൻ നടത്തുന്ന സ്നേഹപ്രകടനങ്ങളാണ്. അപകടത്തിലേക്കുള്ള ഓട്ടമെന്ന് തോന്നും. പക്ഷെ ആരെങ്കിലും ഒന്ന് ചേർന്ന് പുണർന്നാൽ, ഒരിത്തിരി നേരം വർത്തമാനം പറഞ്ഞാൽ, ആ തണലിലൊന്നിരുന്നാൽ അവർ ശാന്തരാകും. ആ നേരം അവർ ആഗ്രഹിക്കുന്ന ഉപദേശങ്ങളല്ല, ആ കുഞ്ഞിനെ തിരിച്ചറിയുന്ന ഒരു ചേർത്തുപിടിക്കലാണ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ചേർത്തു പിടിക്കാനുള്ളവരെ ചേർത്ത് പിടിച്ചും ചേർത്ത് പിടിക്കേണ്ടവരെ അകറ്റി നിർത്തേണ്ടവരെ അകറ്റി നിർത്തിയും നമുക്ക് യാത്ര തുടങ്ങാം.